ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. ആരും മരുവിൽ ഒരു തുണയില്ലെന്നൊരുരും നീ നിനയരുതേ. ആരും മരുവിൽ ഒരു തുണയില്ലെന്നൊരുരും നീ നിനയരുതേ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോർ കരുതിയതെല്ലാം നിനക്കല്ലയോ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോർ കരുതിയതെല്ലാം നിനക്കല്ലയോ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. മൂടുപടത്തിൻ നടുവിൽ നിൻ കൺകൾ ചുടുമിഴി നീർ വിട്ടു ചുവന്നിടുന്നു. മൂടുപടത്തിൻ നടുവിൽ നിൻ കൺകൾ ചുടുമിഴി നീർ വിട്ടു ചുവന്നിടുന്നു. പറയാം പ്രിയൻ നിനക്കായി പിളർന്നു മറവിൽ നീരുന്നു പൂർണ്ണയാകൂ. പറയാം പ്രിയൻ നിനക്കായി പിളർന്നു മറവിൽ നീരുന്നു പൂർണ്ണയാകൂ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ നമുക്ക് വീണ്ടും റോസ് ഫാമിലി FB പേജിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവമിടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും ദിനങ്ങളും എല്ലാം നമ്മളെ വിട്ട് കടന്നു പോയപ്പോൾ അവിടെ ഒടുങ്ങുള്ള അതിശയകരമായ അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ ദാസി റോസിൻ ആന്റിയെയും കുടുംബത്തെയും എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ അഡ്മിൻസിനെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഒരു തിരുവചനം ചിന്തിക്കാം. അതിനായി നമുക്കൊരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തു നിന്നൊരടയാളം അന്വേഷിച്ചു അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവ് തന്റെ ഐക്യ ജീവിതത്തിൽ ഹല്ലേലൂയ സംഭവിച്ചതായിരിക്കുന്ന ഒരു സംഭവ കഥയാണ്, സംഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ നാം വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. ആ ദിവസമായ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ എന്നാണ്. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്ന ഒരു ദിവസം, സ്തോത്രം, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാനായിട്ട് കർത്താവ് പറയുക. അവർ 2-3 ദിവസമായി കർത്താവിൻ്റെ അടുത്തിരിക്കുന്നു. അവർ വളരെ ദൂരത്തുനിന്ന് വന്നവരുണ്ട്.
അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വളരെ പ്രയാസപ്പെടുന്ന ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെടുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ കർത്താവ് പറഞ്ഞ ഒരു സന്ദർഭമാണ് അതിൻ്റെ മുകളിൽ. അവിടെ വളരെ പുരുഷാരം ഉണ്ടായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഹല്ലേലൂയ. ഈ സംഭവത്തിന് ശേഷം ഏകദേശം 4000-ഓളം പേരെ ഭക്ഷിച്ച് തൃപ്തരാക്കി 7 കൊട്ട അപ്പു കഷ്ണങ്ങൾ ബാക്കി വന്ന അത്ഭുതങ്ങൾ വളരെ ശക്തമായി നടന്ന ഒരു സമയം. അതിൻ്റെ ശേഷം അതാണ് ഞാൻ വായിച്ച വാക്യത്തിലോട്ട് വരുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ അനന്തരം എന്ന് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ പരീശന്മാർ വരികയാണ്. കുറേ പരീശന്മാർ വന്നിട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഈ ഭൂമിയിൽ നടന്ന ഈ അത്ഭുതം ഈ അടയാളം ഒന്നും എല്ലാവർക്കും ഇനി ആകാശത്ത് നിന്ന് ഒരു അടയാളവും കൂടി കാണണം. സ്തോത്രം. ആകാശത്തു നിന്നൊരു അടയാളം കാണിക്കാൻ പറഞ്ഞുകൊണ്ട് അവർ തർക്കിക്കാൻ തുടങ്ങി. ആകാശത്തു നിന്നൊരു അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. സ്തോത്രം. ഈ സമയത്ത് കർത്താവിൻ്റെ ആ മാനസികമായ അവസ്ഥയാണ് 12-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആത്മാവിൽ ഞരങ്ങിയെന്ന്. ഹല്ലേലൂയ. ഈ ലോക മനുഷ്യന് എത്രയധികം അത്ഭുതങ്ങളോ അല്ലെങ്കിൽ അടയാളങ്ങളോ എന്തെല്ലാം കാര്യങ്ങൾ അവൻ്റെ ബുദ്ധിക്ക് അപ്പുറമായി സംഭവിച്ച് കണ്ടിട്ടും പിന്നെയും അവൻ വിശ്വസിക്കാതെ ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്നും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് പിന്നെയും അടയാളം വേണം. സ്തോത്രം. അതാണ് കർത്താവിനെ വളരെയധികം പ്രയാസപ്പെടുത്തി. കർത്താവ് വളരെ ഞരങ്ങിയെന്നാണ്. അവൻ ആത്മാവിൽ ഞരങ്ങി. ഹല്ലേലൂയ. നാം ഓർക്കണം ദൈവത്തിന്റെ ജനമേ, ഇന്ന് നാം നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം ഇതാണ്: തർക്കങ്ങൾ, വാദങ്ങൾ. പിന്നെ അതിന്റെ ബാക്കിയായി ലോകജാതികളുടെ മേലാണെങ്കിൽ തർക്കവും വാദവും കഴിഞ്ഞ് പിന്നെ അതിന്റെ അടുത്ത നടപടിയിലൊക്കെ കിടക്കും. ഹല്ലേലൂയ. കയ്യാങ്കളിയാകും, സംഘർഷമാകും, വളരെ പ്രയാസങ്ങൾ, പിന്നെ കൊലപാതകത്തിലൊക്കെ അവസാനിക്കുന്ന എത്രയോ കാര്യങ്ങൾ, എത്രയോ സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റിനും കാണുവാൻ കഴിയും. എന്നാൽ ആത്മീയ ഗോളത്തിൽ ഇപ്പോൾ എങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തർക്കിക്കുക, വളരെ തർക്കങ്ങൾ, വാദങ്ങൾ, എന്തെല്ലാം ദൈവം ചെയ്തിട്ടും അത് വിശ്വസിക്കാൻ പറ്റാതെ പിന്നെയും തർക്കങ്ങൾ, പിന്നെയും തെളിയിക്കലുകൾ, കൂടി ചോദ്യങ്ങൾ. ഹല്ലേലൂയ. എത്രയധികം. ഈ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അടയാളം ഇനിയും കാണിച്ചു തരണം, ആകാശത്തുനിന്ന് ഇനി ഒരു ഭൂമിയിലുള്ള അടയാളം പോരാ, ഇനി ആകാശത്തുനിന്നുള്ള അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആത്മാവിൽ ഞരങ്ങി എന്നാണ് നാം അവിടെ വായിച്ചത്. ഹല്ലേലൂയ. ഈ തലമുറയെ അവൻ ആത്മാവിൽ ഞരങ്ങി. ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഈ പിന്നെയും കർത്താവിനെ പ്രയാസപ്പെടുത്തുകയാ. പിന്നെ ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അവൻ തെളിയിക്കുക. ഹല്ലേലൂയ. അവൻ എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ജനത്തിനിടെ പ്രവർത്തിച്ചിട്ടും താൻ ദൈവത്തിൽ നിന്ന് അടുത്തുനിന്ന് വന്നതാണെന്നും ദൈവത്തിന്റെ പുത്രനാണെന്നും ഹല്ലേലൂയ എത്ര തെളിയിച്ചിട്ടും ഇവർക്ക് വിശ്വസിക്കാൻ ഇനിയും പിന്നെയും പുതിയ അടയാളം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. സ്തോത്രം. എന്തെല്ലാം കണ്ടാലും എന്തെല്ലാം അനുഭവിച്ചാലും ദൈവത്തിന് ജനമാകട്ടെ, എന്തെല്ലാം നന്മകൾ അനുഭവിച്ചാലും, അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാൽ, ചെവി കൊണ്ട്